ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേശ്യാം. ഇനി നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ 30-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീബത ശപിപ്പിച്ചതെന്തിനിക നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല. ഹരിനാരായണായ നമ. ഇത് ഏതാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ ഗജേന്ദ്ര മോക്ഷം കഥ ഭാഗവതത്തിലെയാണ് ഇവിടെ പറയുന്നത്. കഷ്ടം ഭവാനി ഒരു പാണ്ഡ്യൻ ഭജിച്ചു. ആരാണ് പാണ്ഡ്യൻ? പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് വാനപ്രസ്ഥ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത്, ധ്യാനത്തിൽ സമയത്ത് എന്താണ് അഗസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനിക. ഗുരുവായ അഗസ്ത്യൻ അവിടെ ആഗതനാകുന്നു. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഗുരു വന്നു. അപ്പോൾ ധ്യാനത്തിൽ കൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അഗസ്ത്യ മുനിക്ക് ഗുരു വന്നത് അറിഞ്ഞില്ല. അപ്പം എന്ത് ചെയ്തു? ഗുരു അത് അവിവേകമായിട്ട് കണ്ട് ശിഷ്യനെ ശപിക്കുന്നു. നീ പാറ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ആന പോലെ ആയി തീരട്ടെ എന്ന് ശാപം കൊടുക്കുന്നു. ശാപം കൊടുത്തിട്ടും ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് എന്താണ്, താൻ അപരാധം ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗുരുവിന്റെ പാദങ്ങളിൽ വീണ് ആ, ആ, ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗുരുവിന് ആ തെറ്റൊക്കെ മനസ്സിലായി. അദ്ദേഹം അഗസ്ത്യമുനി ശാപമോക്ഷം കൊടുക്കുന്നു. നീ സാധാരണ ഒരു ഒരു ആനയായിട്ടല്ല, ഗജേന്ദ്രനായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. സാക്ഷാൽ വൈകുണ്ഠനാഥൻ വന്നാണ് നിന്നെ മോക്ഷം തരുന്നത് എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുന്നു. അങ്ങനെ ആ ശാപമോക്ഷം അനുഗ്രഹമായി മാറി. അങ്ങനെ ആനയായിട്ട് പിറക്കുന്നു ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. ഗജേന്ദ്രനായി ഒരുപാട് പരിവാരങ്ങളും ഭാര്യമാരും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി. അങ്ങനെ അവരെല്ലാരും കൂടെ കൂടി ഒരു വിനോദയാത്രയ്ക്ക് പോവുകയാണ്. അപ്പം ആനകൾക്കൊരു പ്രത്യേകത ഉണ്ട്. തടാകത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു അവരവിടെ മുഴുവനും എന്താണ് കലക്കി വൃത്തിയാക്കുന്നു, അല്ലെ? വൃത്തികേടാക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ ആ തടാകത്തിൽ എല്ലാവരും കൂടി ഒരു നല്ല പൊയ്ക കണ്ടു. അപ്പം എല്ലാവരോടും കൂടി അതിൽ ആ, വിനോദ കേളികളൊക്കെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത്, അതൊരു താമരപ്പൊയ്കയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മുതല വന്ന് ഇതിലെ ഗജേന്ദ്രന്റെ കാലിൽ പിടിക്കുന്നു. മുതല വന്ന് പിടിച്ച് എന്താണ്, മുതലയ്ക്കാണല്ലോ വെള്ളത്തിൽ ബലം കൂടിയത്. അപ്പൊ ഇത് വെള്ളത്തിൽ, താമരപ്പൊയ്ക കാരണം അറിയാമല്ലോ, ചേറാണ്. അപ്പൊ അതില് ചേറിന്റെ അകത്ത് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആദ്യമൊക്കെ ഭാര്യമാരും മക്കളും കൊച്ചുമക്കളും സുഹൃത്തുക്കളൊക്കെ പലരും ഒരുപാട് ശ്രമിച്ചു. എന്നിട്ട് ഇത് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. എത്ര അധികാരവും എത്ര പവറും എത്ര ആ, ആൾബലമുള്ള ആളാണെങ്കിലും നമ്മൾക്കൊരു അത്യാസന്ന നില വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളതിന് ഒരു തത്വദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. ഓരോരുത്തരായിട്ട് പോയി ഭാര്യമാരും മക്കളും എല്ലാവരും വിട്ടുപിരിഞ്ഞു. ആകെ എന്താണ്, ഈ പൊയ്കയുടെ നടുവിൽ ഈ ഗജേന്ദ്രനും മുതലയും മാത്രം. അപ്പൊ മുതല താഴെ കടിച്ചു. അതികഠിനമായ ആ വേദന സഹിച്ചുകൊണ്ട് ദിനരാത്രങ്ങള് 1000 വർഷങ്ങളോളം അവിടെ ഇരുന്ന് വേദന സഹിച്ചു. മഴ, മഞ്ഞ്, വെയില്, കാറ്റ്, ഈ കാലാവസ്ഥ. പൊയ്കയുടെ നടുവിലാണ്. വേദന കാരണം ഒരു തരി വെള്ളം പോലും കുടിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഗജേന്ദ്രൻ ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ സമയത്ത് തുമ്പിക്കൈ മാത്രമേ ഇനി മുങ്ങാനുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഭഗവാൻ എന്ത് ചെയ്തു? സ്മരണം കൊടുക്കുന്നു. സ്മരണം, അതായത് കഴിഞ്ഞ ജന്മത്തെ പറ്റി ഓർമ്മ വരുന്നു. അപ്പൊ ഈ പൊയ്കയിലുള്ള ഈ പൂക്കള് എടുത്തിട്ട് താൻ ആരെ ഉപാസിച്ചിരുന്നല്ലോ എന്ന് ഓർമ്മ വരികയും ആ ഒരു താമരപുഷ്പം ഗജേന്ദ്രൻ ആ ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കുകയും അത് നേരെ അർപ്പിക്കുകയും ചെയ്യുന്നു ആ ഭഗവാനിലേക്ക്. ആ ഭഗവാൻ വൈകുണ്ഠത്തിലാണ്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരിക്കുന്നുള്ള ആ വൈകുണ്ഠനാഥന്റെ പാദങ്ങളിൽ ആ ഒരു താമരപുഷ്പം വീഴുകയും ഉടൻ തന്നെ ഭഗവാൻ ഗരുഡാരൂഢനായി ആ ധരാരമ സമേതനായിട്ട് ആഗതനാകുകയും ഗജേന്ദ്രനെ ആ പൊയ്കയിൽ നിന്ന് വലിച്ചുയർത്തുകയും, തുമ്പിക്കൈയിൽ പിടിച്ച് വലിച്ചുയർത്തുകയും അദ്ദേഹത്തിന് സുദർശന ചക്രം കൊണ്ട് ആ മുതലയുടെ ജീവൻ എടുക്കുകയും അങ്ങനെ ഗജേന്ദ്രന്റെ ആത്മാവിനെ മടിയിലിരുത്തി വൈകുണ്ഠത്തിലേക്ക് യാത്രയാകുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം, ആ ഗജേന്ദ്രൻ പരമഭക്തനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്റെ പാദത്തിൽ പിടിച്ചതുകൊണ്ട് ഗജേന്ദ്രന് മുക്തി കൊടുക്കുന്നതിന് മുൻപേ തന്നെ ആ മുതലയ്ക്കാണ് കൊടുത്തത്. മുതല വേറെ ആരും അല്ലായിരുന്നു, ദേവല മഹർഷിയുടെ കാലിൽ ഇങ്ങനെ അദ്ദേഹം സ്നാനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിടിച്ചു താഴ്ത്തിയ ഒരു ഗന്ധർവന് ശാപം കിട്ടി മുതലയായതാണ്. ഊഹു എന്ന് പറയുന്ന ഗന്ധർവനാണ് ആ മുതലയായിട്ട് വന്നത്. അപ്പൊ ആ മുതലയ്ക്ക് തന്നെ ആദ്യ ശാപമോക്ഷം കൊടുത്തു. അതിനുശേഷം ഗജേന്ദ്രനെയും കൊണ്ട് ഭഗവാൻ
പോവുകയാണ്. അപ്പൊ നേരിട്ടാണ് ഭഗവാൻ വന്നത്, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടു പെടുത്തി എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ഈ നമ്മളുടെ കർമ്മഫലങ്ങൾ ഇവിടെ അവശേഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരു ജന്മം കൂടെ കൊടുത്ത് കർമ്മഫലങ്ങളെ പൂർണ്ണമായിട്ട് എടുത്തിട്ടാണ് ഗജേന്ദ്രനെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ ആത്മാവുമായിട്ട് അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പരമകാരുണികനായിട്ടുള്ള ആ ആ ഒരു ഭഗവാന്റെ ആ ഒരു കാരുണ്യം എത്ര മാത്രമാണ് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് അത് ഓർക്കാവതല്ല ഹരിനാരായണ എന്നമ്മ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്ന അതിൽ ഉപരിയാണ് എന്ന് തുഞ്ചത്ത് രാമാനുജൻ ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഭഗവാന്റെ ആ ഒരു കൃപ നമുക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഒരു ഇതായിരിക്കും. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഭഗവാൻ ഹരിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൾ, സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.